തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ മടമ്പം ബി.എഡ് കോളേജ് സ്റ്റോപ്പിനോട് ചേർന്ന് കലുങ്കിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് അപകടം നിത്യസംഭവമാകുന്നു. വർഷങ്ങളായി ഇവിടെ കലുങ്ക് തകർന്നിട്ട് റോഡും തോടും തമ്മിൽ ഒരടി പോലും ദൂരമില്ല. PWD എത്രയും വേഗം ഇടപെടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തോടും റോഡും തമ്മിൽ ഇവിടെ ഒരടി ദൂരം മാത്രം. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ മടമ്പം ബി.എഡ് കോളേജ് സ്റ്റോപ്പിന് സമീപത്തായി കലുങ്കിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞു. ഈ റോഡിലൂടെ ദിവസേന കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് വലിയ അപകടഭീതിയാണ് ഈ തോടും കുഴിയും. വളവും ഈ റോഡിൽ നിന്ന് ഒരടി പോലും ദൂരമില്ലാത്ത തോടും വലിയ അപകട സാധ്യതയാണ് ഈ സ്ഥലത്ത് സൃഷ്ടിക്കുന്നത്. പൊതുമരാമത്ത് വിഭാഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരാതി ഏറെ നൽകിയിട്ടും യാതൊരു പരിഹാരവും ഈ അപകടകരമായ സാഹചര്യത്തിന് ഉണ്ടായിട്ടില്ല. റോഡിൻ്റെ വീതി കുറഞ്ഞ പ്രദേശം കൂടിയാണിത്. തോട് വൃത്തിയാക്കാത്തതിനാൽ കരപ്രദേശം തോടായി മാറുന്ന സ്ഥിതിയിലാണ് റോഡിന് സമാനമായി തോട് എത്തിയത്. കാട് കയറി മൂടിയിരുന്ന ഈ ഭാഗം നിരവധി അപകടങ്ങൾ നേരിൽ കണ്ട സമീപവാസികളാണ് കാട് വെട്ടുമാറ്റി അപകട സാധ്യത സൂചിപ്പിക്കാൻ അതിർവരമ്പ് പോലെ ചെടികൾ നട്ടിട്ടുള്ളത്. സമീപത്തെ തോടിനോട് ചേർന്ന വൻമരവും അപകടഭീതിയിലാണ്. തോടിനോട് ചേർന്ന് മണ്ണു നീങ്ങി ഈ വൻമരവും കടപുഴകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ശ്രീകണ്ഠപുരം ഇരിട്ടി സംസ്ഥാന പാതയിൽ മടമ്പം ബി.എഡ് കോളേജ് സ്റ്റോപ്പിന് ചേർന്നുള്ളൊരു കലുങ്കായി കാണുന്നത്. ഞങ്ങളിവിടെ വന്ന കാലങ്ങളിൽ ഈ കലുങ്ക് വളരെ കുഴപ്പമില്ലാതെ അങ്ങനെ പോവുകയും ഇടുങ്ങിയ ചെറിയൊരു തോട് മാത്രമായിരുന്നു, ചെറിയൊരു വെള്ളമൊഴുക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം കാലങ്ങളായിട്ട് തോട് റോഡിലേക്ക് ഇടിഞ്ഞ് കയറിയിരിക്കുകയാണ്. ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏതാണ്ട് 20 വർഷക്കാലമായി. അതിനോടകം ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ തോട് വഴിയിലേക്ക് ഇടിഞ്ഞ് കയറി വന്നിരിക്കുകയാണ്. ഓരോ മഴയിലും വെള്ളം ഒഴുകിപ്പോകാൻ മുന്നോട്ട് തോട് മരങ്ങളൊക്കെ വീണ് പൊട്ടിയിരിക്കുകയാണ്. ഈ അടുത്ത ഒരു 10 വർഷത്തിനിടയ്ക്ക് ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് രാത്രി 1 മണി 2 മണി വരെ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളും ഇവിടെയുള്ള അതോറിറ്റീസിനെ ഞങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് ടേണിംഗ് ആണ്, റോഡ് കയറി വന്നിരിക്കുകയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ തോട് നിറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇലയിലെ യാത്ര തന്നെ എന്ന് പറയാം. അപ്പോൾ ഈ അപകടങ്ങൾ കണ്ട് മടുത്ത ഞങ്ങൾ ഒരുപാട് പേർക്ക് പരാതികൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കഴിയുന്നതും വേഗം ഇവിടെ എന്തെങ്കിലും ഈ തോട് സംരക്ഷിച്ച് ഈ പാതയും മാത്രമല്ല ശ്രീകണ്ഠപുരത്തിൻ്റെ ഒരു പ്രവേശന കവാടം എന്ന് പറയാം അതിനെ ഒരുക്കി സംരക്ഷിച്ചെടുക്കേണ്ട ഒരു കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിന് വേണ്ടപ്പെട്ട അധികൃതർ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. റോഡിലൂടെ കടന്നു പോകുന്ന നിരവധിയായ വാഹനങ്ങൾക്ക് ഏറെ അപകടം വിളിച്ചു വരുത്തുന്ന ഈ കലുങ്കും തോടും സംരക്ഷണ ഭിത്തി കെട്ടി എത്രയും വേഗം പൊതുമരാമത്ത് വിഭാഗം ഇടപെട്ട് ഈ മേഖലയിലെ വലിയ അപകട സാധ്യത ഒഴിവാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം.